പെട്ട പിഞ്ഞാണെഴുത്ത് ഭക്ഷണം കഴിക്കുന്ന വെള്ളപാത്രം കഴുകി തുടച്ചുണക്കി വൃത്തിയാക്കി പ്രത്യേകതരം ഔഷധ മഷികൾ ഉപയോഗിച്ച് ഗുരുപരമ്പരകളിൽ നിന്ന് ലഭ്യമാകുന്ന പ്രത്യേക സമ്മതത്തോടെയുള്ള മുളക്കമ്പ് കൊണ്ടുണ്ടാക്കിയ പേന ഉപയോഗിച്ച് എഴുതുന്ന വചനങ്ങൾ അത് പ്രത്യേകമായ വെള്ളത്തിൽ കലക്കി കുടിക്കുമ്പോൾ രോഗം മാറുന്നു, പ്രയാസങ്ങൾ അകലുന്നു, സുഖപ്രസവം ലഭിക്കുന്നു പോലെയുള്ള കേരളത്തിന്റെ പൗരാണിക ഫോക്ലോറിൽപ്പെട്ട കലകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമുമായിക്കൊണ്ട് യാതൊരു ബന്ധവുമില്ല. ഇത് പറയുന്ന ആളുകൾക്കും ഇസ്ലാമുമായിക്കൊണ്ട് ബന്ധമില്ല. അവരൊക്കെ നല്ല പക്ക ബിസിനസ്സുകാരാണ്. എങ്ങനെ കുറഞ്ഞ മൂലധനം കൊണ്ട് വലിയ സമ്പാദ്യം നേടാം എന്നതിൽ PhD എങ്ങനെ എടുക്കാൻ കഴിയുന്നുള്ളതാണ് ഇവരോട് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പറയാനുള്ളത്. അഥവാ ഒന്ന് എഴുതി കൊടുക്കുന്ന ആൾക്കൊരു പ്രത്യേകത കൽപ്പിക്കുക. ഇന്ന ഉസ്താദ് എഴുതി തരണം, അത് ഇന്ന കേന്ദ്രമായിരിക്കണം, അതേപോലത്തെ ഇന്ന സമയമായിരിക്കണം, ഇന്ന സ്ഥലമായിരിക്കണം, ഒക്കെ പ്രത്യേകമാണ്. അത് അങ്ങനെ തന്നെ എടുത്ത് പറയുന്നുണ്ടല്ലോ. അതെ, അപ്പൊ മൂപ്പര് ഇപ്പൊ ഈ കൊളംബിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആടി തിരിഞ്ഞു വരുമ്പോ നമ്മൾ നോക്കുമ്പോൾ ഇതിവിടെ കേരളത്തിൽ ഒരുപാട് മുസ്ലിയാക്കന്മാരെ ജീവിതമാർഗമായി അവർ കണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ കൊളംബിയ വഴി എന്ത് ചെയ്യണത്, ഇയാളെ കറക്കി എടുക്കണത്. ഖസറജിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തതാണ് കാന്തപുരത്തിൽ നിങ്ങൾ മുടി കൈമാറണം എന്ന കളവൊക്കെ ഇവിടെ പ്രചരിപ്പിച്ച് അത് ആ മുടി വെക്കാൻ വേണ്ടി 40 കോടിയുടെ പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സ്വപ്നനഗരി 40 കട്ട വെച്ചിട്ട് ആളുകളെ പറ്റിച്ച് ആ 40 കോടിയില്ല 40 കട്ടയില്ല. അപ്പോൾ തന്നെയാണ് തട്ടിപ്പിൻ്റെ ഒരു കൂടാരമാണ് ഈ ടീം ഏതെടുത്ത് നോക്കിയാലും. ദീനൊരു ബിസിനസ്സായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കലാണ് ഇവരുടെ പരിപാടി. അപ്പോൾ അതിൽ കാലഹരണപ്പെട്ടു പോയ ചില ഫോക്ലോർ കലാരൂപങ്ങളെ ഒരു ചങ്ങാതി എന്ത് ചെയ്യുന്നുണ്ട്, പുനരുദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോക്ലോർ കലാരൂപം നമുക്കൊന്ന് ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. പെട്ട പിഞ്ഞാണെഴുത്ത് ഭക്ഷണം കഴിക്കുന്ന വെള്ളപാത്രം കഴുകി തുടച്ചുണക്കി വൃത്തിയാക്കി പ്രത്യേകതരം ഔഷധ മഷികൾ ഉപയോഗിച്ച് ഗുരുപരമ്പരകളിൽ നിന്ന് ലഭ്യമാകുന്ന പ്രത്യേക സമ്മതത്തോടെയുള്ള മുളക്കമ്പ് കൊണ്ടുണ്ടാക്കിയ പേന ഉപയോഗിച്ച് എഴുതുന്ന വചനങ്ങൾ അത് പ്രത്യേകമായ വെള്ളത്തിൽ കലക്കി കുടിക്കുമ്പോൾ രോഗം മാറുന്നു, പ്രയാസങ്ങൾ അകലുന്നു, സുഖപ്രസവം ലഭിക്കുന്നു പോലെയുള്ള കേരളത്തിന്റെ പൗരാണിക ഫോക്ലോറിൽപ്പെട്ട കലകളുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം കലകളെല്ലാം പുനരുജ്ജീവിപ്പിക്കുകയാണ്. അമേരിക്കക്കാരൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മഷിയുടെ കണ്ടന്റ് എന്താണ് എന്നാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥി ഇന്നലെ ഞാൻ കാണാനിടയായി. അദ്ദേഹം പറയുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിന്റെ ഒരു സബ്ജക്ട് കേരളത്തിലെ ഈ പൗരാണിക ഫോക്ലോറിൽപ്പെട്ട പിഞ്ഞാണെഴുത്ത് എന്ന് പറയുന്ന കലയിൽ ഉപയോഗിക്കുന്ന മഷി ഏതാണ് എന്നാണ്. നമ്മളിവിടെ അത് വേണോ വേണ്ടേ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ലോകം അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് പൗരാണികമായ ഫോക്ലോർ കലാരൂപം. എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നാലാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളിടത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മാലിക് സലഫി, എന്താണ് ഇപ്പോൾ ഈ ഫോക്ലോർ കലാരൂപത്തിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? ഇതിലിപ്പോൾ ആദ്യമായി അദ്ദേഹത്തെ അഭിനന്ദിക്കണം എന്ന് വെച്ചാൽ ഇതൊരു ഇസ്ലാമായിട്ട് മുമ്പ് അദ്ദേഹത്തിന് കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത് ഇതിപ്പോൾ നമ്മൾ സാധാരണ ഈ കോഴിക്കോട് അങ്ങാടിയിലും അതുപോലെ തന്നെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്നാൽ ഈ പല തട്ടിപ്പ് മരുന്ന് തൈലം വെക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വിധത്തിൽ ഞങ്ങൾ പഴയ പാരമ്പര്യത്തിൽ കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ തനി ഒരു ഒരു ബസ് സ്റ്റോപ്പിലെ കച്ചവടക്കാരൻ്റെ ഒരു നിലവാരം ഉണ്ടല്ലോ, ആ നിലവാരമാണ് ഇയാൾ കാണിക്കുന്നത്. ഇത് മരുന്ന് കച്ചവടം, കാരണം മുടിക്കച്ചവടം നല്ലോണം നടത്തി പരിചയമുള്ള ആൾക്കാരാണല്ലോ. ഒരു പറയും മലമുകളിൽ പോയി ആ വേരിൻ്റെത് കിട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇയാൾ ഇതിൻ്റെ ഒരു പോരിച്ച് പറഞ്ഞു വെച്ചാൽ സുഖപ്രസവം, അത് അസുഖം മാറും, എല്ലാം മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സമസ്ത ഈ ഒരു മഷി മാത്രം ഉൽപ്പാദിപ്പിച്ച് എല്ലാ നടത്തിയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഏതൊരു ചങ്ങായി പ്രസവം വിട്ടെന്നൊക്കെ ആക്കി ഇത്ര ഇടങ്ങാറൊന്നുമില്ല, ഈ മഷിന് കൊടുത്താൽ മതിയായിരുന്നു, സുഖപ്രസവം നടക്കായിരുന്നു. മാത്രമല്ല ഇത് ഇയാൾ പറഞ്ഞത് വെച്ചാൽ ഏത് യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി ഇതിനെ സംബന്ധിച്ചൊരു PhD നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു ആധികാരികത പറയാനാണ് ഇയാളത് പറഞ്ഞതെങ്കിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റികൾ അങ്ങനെ എന്തൊക്കെ പഠനം നടക്കും. ഇദ്ദേഹത്തിൻ്റെ പിതാവ് കാന്തപുരത്തെ പറ്റി എന്തൊക്കെ യൂണിവേഴ്സിറ്റികൾ എന്തൊക്കെ പഠനം നടക്കുന്നുണ്ട്. അതോട് കാന്തപുരം നല്ല ആളാവോ? ഒരു വസ്തുവിനെ സംബന്ധിച്ചൊരു പഠനം നടക്കുന്നുള്ളത് കൊണ്ട് ആ വസ്തു നല്ലതാണ്, അത് ഇസ്ലാമികമാണെന്നുള്ളതിന് തെളിവല്ല. മാത്രമല്ല ഇവർ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ
ഇവർ ഈ സമൂഹം പിന്തള്ളിയ, സമൂഹം പുറകോട്ട് തള്ളിയ അന്ധവിശ്വാസങ്ങളെ പുനരാരയിക്കാനുള്ളൊരു ഗൂഢമായ പരിശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പണ്ട് കാലഘട്ടത്തിൽ ഈ പുരോഹിതന്മാർ ജീവിച്ചിരുന്ന ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുറേ മൗലൂദ് എഴുതിയിട്ടും അതുപോലെ തന്നെ ബിഞ്ഞാണ് എഴുതിയിട്ടും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ. ഇപ്പം ഇതിനൊന്നും ആളെ കിട്ടണില്ല. അപ്പോൾ ഈ പഴയ ഇതിൻ്റെ പേര് ഫോക്ലോർ എന്ന് പറഞ്ഞാലും ഹുറാഫാത്ത് എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഈ ഹുറാഫാത്തിനെ അതേപടി പുനരാനയിച്ചാൽ അതിനാളെ കിട്ടില്ല. അപ്പം എന്താ വെച്ചാൽ അതിന് ആധുനികതയുടെ കുപ്പായക്കടിച്ച് ഒരു PhDൻ്റെ കോട്ടക്കടിച്ച് പിന്നെ കൊണ്ടുവന്നാലേ എന്തുണ്ടാവുള്ളൂ, ഇതിലൊരു ജനശ്രദ്ധ കിട്ടുകയുള്ളൂ എന്നത് കൊണ്ടാണ് പിന്നെ എന്താ പറയുക, അത് പിന്നെ അവിടെ ഗവേഷണം നടക്കുന്നുണ്ട്, ഇവിടെ ഗവേഷണം നടക്കുന്നുണ്ട്, അതിൻ്റെ മഷിയുടെ കണ്ടൻറ്റിനെ കുറിച്ച് ഗവേഷണം നടക്കുന്നുണ്ട്. ആ മഷിയുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് വെളിപ്പെടുത്തിക്കൂടെ, എന്താ പറയുക കണ്ടൻറ്റ്, കാരണം ഇവിടെ മുസ്ലിയാക്കന്മാർ ഉപയോഗിക്കുന്ന മഷിയല്ലേ, അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് ഗവേഷണം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല, ഇവർക്ക് ഇസ്ലാമുമായിട്ട് തനി കച്ചവടക്കാരാണിവർ എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെടാനുള്ളൊരു അവസരം കൂടിയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിവടെ കൊണ്ടുവന്നിട്ട് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണത് ഹസ്റജിയിൽ നിന്ന് കൈമാറി കിട്ടിയതാണ്, ഹസ്റജിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തതാണ് കാന്തപുരത്തിൽ നിങ്ങൾ മുടി കൈമാറണം എന്ന കളവൊക്കെ ഇവിടെ പ്രചരിപ്പിച്ച് ആ മുടി വെക്കാൻ വേണ്ടി 40 കോടിയുടെ പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സ്വപ്നനഗരി 40 കട്ട വെച്ചിട്ട് ആളുകളെ പറ്റിച്ച്, 40 കോടിയില്ല 40 കട്ടയില്ല അപ്പോൾ, എന്നിട്ട് ഈ പിന്നെ മുടി സിറ്റിയിൽ വെച്ചിട്ട് ഈ കച്ചവടം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ സമുദായത്തെ ഈ തനിച്ച ബിസിനസ്സിനൊരു പിന്നെ എന്താ പറയുക, ശരിക്കൊരു പിന്നെ കസ്റ്റമേഴ്സായി മാത്രം കാണുന്നു. ഇയാളൊരു അഭിമുഖത്ത് പറയുന്നുണ്ട് സുന്നി സമൂഹം നല്ലൊരു പിന്നെ മാർക്കറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ശരിക്കൊരു കച്ചവടക്കാരനാണ്, സമൂഹം നല്ലൊരു മാർക്കറ്റ് ആണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ധാരണ. മുസ്ലിമുകൾ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് വെച്ചാൽ അങ്ങനത്തെ ഒരു ഏർപ്പാടും അങ്ങനത്തെ ഒരു മഷിയും അങ്ങനത്തെ ഒരു പിന്നെ തൂലികയും ഒന്നും ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം വന്നാൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രവാചകൻ സംസം ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മാവു സംസം ലിമാ ശരിബുലഹു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും മഷി ഉണ്ടല്ലോ, കാരണം സഹാബത്ത് പലതും എഴുതിയിരുന്നു. ആ മഷി പ്രവാചകൻ റസൂലുള്ളാഹിൻ്റെ കാലത്ത് പാത്രമുണ്ട്, മഷിയുണ്ട്, മുളൻ്റെ കൊമ്പുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും പാത്രത്തിൽ മിഞ്ഞാണത്തിൽ എഴുതാം. പിന്നെ ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാൻ അറിയില്ല എന്നാണെങ്കിൽ സഹാബത്തിനെ കൊണ്ട് എഴുതിപ്പിച്ച് പ്രവാചകൻ്റെ അത് ചെയ്യാലോ. പക്ഷെ അങ്ങനെ ഒരു പിഞ്ഞാണയത്തോ അങ്ങനെ ഒരു മഷിയോ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ ഇപ്പം എന്താ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ കച്ചവടക്കാർ പല തട്ടിപ്പുകൾ നടത്തും. ഇപ്പോൾ ഈ ശർക്കര കലക്കിയിട്ട് തേനാന്ന് പറയും, അതുപോലെ തന്നെ അതിൻ്റെ പോലീസ് പറയും അത് ഇന്ന കാട്ടു നിർത്താണ്, ഇന്ന ആദിവാസി നിർത്താണ്, അതിൻ്റെ പരമ്പരയൊക്കെ വേണമെങ്കിൽ പറഞ്ഞേക്കാം. അതുപോലുള്ളൊരു കച്ചവടമല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിന് പിന്നെ ഈ നല്ല ഭാഷയിലും കുറച്ച് ഇംഗ്ലീഷ് കലർത്തിയിട്ടും കുറച്ച് കോട്ടിട്ടിട്ടും അതിന് പിന്നെ ഒരു എന്താ പറയുക ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പിന്നെ പേര് പറഞ്ഞാലൊന്നും ആ കച്ചവടമൊന്നും കേരളത്തിൽ ചിലവാക്കാൻ മുജാഹിദുകളുടെ പ്രസ്ഥാനമുള്ളത്തെ കാലത്തോളം നമ്മൾ സമ്മതിക്കില്ല. നിങ്ങളങ്ങനെ പല കളിയും കളിക്കും ആളുകളെ പറ്റിക്കാൻ. അപ്പം നിങ്ങളെ വലയിൽ നിന്ന് ഈ പൊതുജനങ്ങളെ മോചിപ്പിക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം പണ്ട് മുതലേ ചെയ്തു വരുന്ന പണി. അത് ഇനിയും തുറന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ കൊളംബിയക്ക് ഓടിയിട്ടും കാര്യമില്ല, നിങ്ങൾ ഹിമാലയത്ത് ഓടിയിട്ടും കാര്യമില്ല, ഹിമാലയത്തിൽ നിന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പൊളിച്ച് കയ്യിൽ തരാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ സജ്ജമാണ്. ഇത് പണ്ട് കാലം മുതൽ നമ്മൾ എതിർത്തതാണ്. മുജാഹിദ് പ്രസ്ഥാനം എതിർത്തിരുന്നു ഈ ഇതിനെ. അതിനെ എതിർത്തപ്പോൾ ജനങ്ങളത് ഒഴിവാക്കി. ആ ഒഴിവാക്കിയപ്പം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞ പോലെ കുപ്പിയൊന്ന് മാറ്റി പിടിക്കുക, അതല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമുമായിക്കൊണ്ട് യാതൊരു ബന്ധവുമില്ല. ഇത് പറയുന്ന ആളുകൾക്കും ഇസ്ലാമുമായിക്കൊണ്ട് ബന്ധമില്ല. അവരൊക്കെ നല്ല പക്ക ബിസിനസ്സുകാരാണ്. എങ്ങനെ കുറഞ്ഞ മൂലധനം കൊണ്ട് വലിയ സമ്പാദ്യം നേടാം എന്നതിൽ PhD എങ്ങനെ എടുക്കാൻ കഴിയുന്നുള്ളതാണ് ഇവരോട് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പറയാനുള്ളത്. അപ്പോൾ മുസലായി ഇതിൻ്റെ വസ്തുത അലി സലഫി പറഞ്ഞതെന്ന് വളരെ ക്ലിയറാണ്. എന്തിനായിരിക്കും ഇപ്പോൾ ഇവർ ഇതിങ്ങനെ കുത്തിപ്പൊക്കി ഓരോ പഴയ സാധനങ്ങളെ ഇങ്ങനെ വീണ്ടും തോണ്ടിയെടുത്ത് കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് പറഞ്ഞതിൻ്റെ ഒരു വാക്യം നമ്മളൊന്ന് പറയണം. ഇവിടെ പിന്നെ ഈ സമസ്ത പുരോഹിതന്മാർ അവരുടെ ആശയങ്ങളായി പഠിപ്പിക്കാൻ എഴുതിയിട്ടുള്ള ഏത് പുസ്തകം എടുത്ത് നോക്കിയാലും അതിലൊക്കെ ഒരു പ്രത്യേക ഭാഗമായി നമ്മൾ കാണുന്ന വിഷയമാണ്
ഈ എഴുതി കുടിക്കലും അതേപോലെ ഈ പിന്നെ മന്ത്രവാദവും ഇങ്ങനത്തെ ഉറുക്ക് ഏലസ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ അവരൊരിക്കലും ഇപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഇവരീ പറയുന്ന പോലത്തെ പിന്നെ ഉറുക്കോ ഏലസോ അല്ലെങ്കിൽ പിഞ്ഞാണെഴുത്തോ മഷി കുടിക്കലോ സ്ഥാപിക്കുകയല്ല. ആ വിഷയ സംബന്ധമായി വന്ന ചർച്ചകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് വന്ന വചനങ്ങളും അതിൽ പണ്ഡിതന്മാർക്കിടയിലുണ്ടായ ചർച്ചകളും എല്ലാം വെച്ചിട്ട് ഇതാണ് അതിൽ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്നാണ് നാളിതുവരെയുള്ള അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ അവലംബിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ചൂഷണം, ഏതാണ് ഈമാനിനെ ഉറപ്പിക്കാനുള്ളത് എന്ന് വ്യക്തമായി കിട്ടും ഒരു ഭാഗം. രണ്ടെന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇവർ പിന്നെ പ്രധാനമായും എടുക്കുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ കലാമിനെയാണ്. അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറഞ്ഞു ഷിഫ ആണ്, ശമനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആയത്തൊക്കെ ജനങ്ങൾക്ക് ഓതി കൊടുത്തിട്ട് ഖുർആൻ ശമനല്ലേ, അപ്പോൾ ഒരായത്ത് ഇങ്ങനെ ഓതുക, എഴുതുക, എന്നിട്ടത് കലക്കുക, കുടിക്കുക, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ സാധാരണക്കാർക്ക് എന്തുള്ളൂ, പിന്നെ ശമനം എന്ന് കേൾക്കുമ്പോഴേക്ക് ഖുർആൻ പറഞ്ഞതാണല്ലോ എന്നൊരു കാഴ്ചപ്പാടുള്ളൂ. പക്ഷെ ആർക്കാണ് ഖുർആൻ ശമനം? ഖുർആൻ ഷിഫ ആണെന്ന് പറഞ്ഞ ആർക്കാണ്? അതിനെ സംബന്ധിച്ച് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനിൽ കൃത്യമായ വിശ്വാസവും അതേപോലെ തന്നെ സത്യസന്ധതയും ഒക്കെ ഉള്ളവർക്കാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളിൽ അജ്ഞതയോ അല്ലെങ്കിൽ ഒരു അവ്യക്തതയോ ഒന്നും വെച്ചു പുലർത്താത്ത ആളുകൾക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർ അവരെന്തിലേക്കാണ് ക്ഷണിക്കപ്പെടുന്നത്? ഈ ജാറങ്ങളിലേക്കും ഈ മക്ബറകളിലേക്കും അള്ളാഹുവിനെ വിടുന്ന വിഷയങ്ങളിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരെ മുമ്പിൽ ഈ ആയത്ത് ഓതി കൊടുത്തിട്ട് അത് ശമനാണ് എന്ന് പറഞ്ഞ് കാശുണ്ടാക്കുന്ന ഏർപ്പാടാണ് ആർക്കുള്ളത്? ഈ മുസ്ലിയാക്കന്മാർക്കുള്ളത്. അപ്പോൾ അതിനൊന്നുകൂടി വലുതാക്കാൻ ഇവർ പടാപ്പാട് പെടുന്നു എന്നല്ലാതെ വേറൊന്നുമില്ല. രണ്ട്, ഇതിന് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ പിന്നെ അവരെ ഇപ്പോൾ സുലൈമാൻ സഖാഫി അടക്കമുള്ളവർ ചെയ്യുന്നൊരു പണിയപ്പോൾ ഞാൻ പറയണേ, അതായത് അവർ പറഞ്ഞതും ഇവർ കൊണ്ടു നടക്കുന്നതും ഒന്നാണ് എന്ന രൂപത്തിലാക്കിയിട്ട് അവരുടെ നിലപാടുകളെ പിന്നെ എന്താ പറയുക, അതിൻ്റെ തലയും വാലും ഒക്കെ മുറിച്ചൊഴിവാക്കി കൂട്ടുപിടിക്കുന്നൊരു അപകടം ഇതിൻ്റെ ഇടയിലുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഈ സമസ്ത ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്തെന്ന് ഇവിടെ വ്യക്തമാണ്. അഥവാ ഒന്ന്, എഴുതി കൊടുക്കുന്ന ആൾക്കൊരു പ്രത്യേകത കൽപ്പിക്കുക, ഇന്ന ഉസ്താദ് എഴുതി തരണം, അത് ഇന്ന കേന്ദ്രമായിരിക്കണം, അതേപോലത്തെ ഇന്ന സമയമായിരിക്കണം, ഇന്ന സ്ഥലമായിരിക്കണം, ഒക്കെ പ്രത്യേകമാണ്. അത് അങ്ങനെ തന്നെ എടുത്ത് പറയുന്നുണ്ടല്ലോ. അതെ, അപ്പോൾ മൂപ്പര് ഇപ്പോൾ ഈ കൊളംബിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആടി തിരിഞ്ഞു വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിവിടെ കേരളത്തിൽ ഒരുപാട് മുസ്ലിയാക്കന്മാരെ ജീവിതമാർഗമായി അവർ കണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ കൊളംബിയ വഴി എന്ത് ചെയ്യണത്, ഇയാളെ കറക്കി എടുക്കണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിക്കാത്ത, അവിടുന്ന് അധ്യാപനമില്ലാത്ത ഒരു സംഗതി ഇനി എന്ത് പേരിട്ട് ആര് കൊണ്ടുവന്നാലും ഒരു നൂറ്റാണ്ട് കാലമായി. ഇപ്പോൾ ഈ അടുത്ത് പിന്നെ നമ്മുടെ പ്രസിദ്ധീകരണ നേർപ്പലത്തിൽ പോലും ബഹുമാനായ പിന്നെ ഡോക്ടർ ഷാനവാസ് എഴുതിയ ആത്മീയ ഉണർവിൻ്റെ നൂറ്റാണ്ട് എന്ന ഒരു പ്രധാന ലേഖനം, ആ ലേഖനത്തിൽ പോലും ഇവിടെ നവോത്ഥാനപരമായ വിശ്വാസപരമായ മേഖലയിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് 2022 ജനുവരി പിന്നെ ആദ്യ ലക്കം നേർപ്പലത്തിലെ മെയിൻ ലേഖനം തന്നെ എന്താണ്, നമ്മൾ ഇത്തരം വിഷയങ്ങൾക്കെതിരെ ഒരു നൂറ്റാണ്ട് കാലമായി പണ്ഡിതന്മാർ നടത്തിയ ആ ഒരു പടയോട്ടം അതിനെ ഉണർത്തിക്കൊണ്ടുള്ള ലേഖനം. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രാമാണികമായി നേരിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു പ്രത്യേക പിന്നെ മൂടി ഒരു അലങ്കാരം കൊടുത്ത് കൊണ്ടുവന്നാലും ഇതാ സംഗതി പഴയ പിന്നാണെഴുത്ത് പരിപാടി തന്നെയാണ്. അത് സമൂഹം തിരിച്ചറിയണം, വിശ്വാസത്തെ കാർന്നെടുക്കുന്ന ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിയണം എന്നാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടത്. വിശ്വാസം നഷ്ടപ്പെടരുത്. ഇപ്പോൾ പൈസ പോകുന്നത് ഇതിൻ്റെ ഒരു വശം, വിശ്വാസം നഷ്ടപ്പെടലാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അതിനൊരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, തല വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിൽ സംസ്ഥക്കാർ സാധാരണക്കാർ ചിന്തിക്കേണ്ടത്, ഈ മുസ്ലിയാക്കന്മാരതൊക്കെ പറയുമെങ്കിലും ഇവരുടെ കുട്ടികൾക്ക് അസുഖം വന്നാൽ, ഇവരുടെ ഭാര്യമാർക്ക് അസുഖം വന്നാൽ ഒരു പിഞ്ഞാണെന്ന് ഒരു പിഞ്ഞാണെഴുത്തില്ല, ഒരു ചട്ടിയും പാത്രം നേരെ വണ്ടി ആശുപത്രിക്ക്.
ഇതൊക്കെ സമുദായത്തെ പറ്റിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന പണികളാണ് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേഗത്തിൽ തീർച്ചയായും. പിന്നെ ഇതിലിപ്പോൾ അപ്പോൾ ഈ പിഞ്ഞാണത്തുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ ഒന്നാമത് നമ്മളെടുത്ത വിഷയത്തിലെ കുത്തുബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ അലവി സക്കാഫി തിരിഞ്ഞ് അവസാനം എത്തിയതുപോലെ ഈ വിഷയത്തിലും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ ഞങ്ങളാണ് ഇവിടെ ഒഴിവാക്കിയതെന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇവർ എത്തുമായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം.